ഇന്നൊരു സാറ്റർഡേ മോർണിംഗ് ആണ്. സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊന്നും സ്കൂളിൽ പോകണ്ടല്ലോ. അതുകൊണ്ട് തന്നെ വളരെ റഷൊന്നും ഇല്ലാതെ ഒരു സ്ലോ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ച്. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റിന് ദോശമാവ് സ്റ്റോക്കാണല്ലോ, എല്ലാ മലയാളി വീടുകളിലുള്ള പോലെ തന്നെ. എൻ്റെ മോന് ഏറ്റവും ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ദോശ തന്നെയാണ്. ദോശയും സാമ്പാറും. ചിലപ്പോഴൊക്കെ ദോശയും ചട്നിയും അവന് കൂടുതൽ ഇഷ്ടമാണ്. ഇന്നെന്തായാലും വിചാരിച്ച് ദോശയും ചട്നി ഉണ്ടാക്കാമല്ലോ. അങ്ങനെ നോക്കിയപ്പോൾ ദോശയുടെ മാവ് നല്ല പൊളിച്ച് നല്ല ആർത്തിരിപ്പുണ്ട്. എന്നാൽ പിന്നെ ഒരു നല്ല ദോശ ചുട്ടേക്കാമെന്ന് വെച്ചു. എൻ്റെ മോന് ഈ ദോശപ്രേമം എവിടെ നിന്നാണ് കിട്ടിയെന്ന് എനിക്കിതുവരെ മനസ്സിലാവാത്ത കാര്യമാണ്. അവനാണെങ്കിൽ രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും എപ്പോൾ വേണമെങ്കിലും ദോശ കഴിക്കാൻ റെഡിയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ മിക്കവാറുള്ള ബ്രേക്ക്ഫാസ്റ്റും ദോശയോ ഇഡ്ഡലിയോ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എന്നാൽ ദോശ തിഴുവില്ലേ, എന്നാൽ കുറച്ച് വ്ളോഗ്സൊക്കെ പിടിക്കാമെന്ന് വെച്ചിട്ട് രാവിലെ തന്നെ എൻ്റെ പണിയൊക്കെ തുടങ്ങി. അങ്ങനെ അടുക്കി പറക്കുകയും ഇന്നലെ കൊണ്ടുവന്ന പാത്രങ്ങളെല്ലാം സെറ്റ് ചെയ്യുകയും ദോശ ചുടുകയും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു എല്ലാ മലയാളികളുടെ വീട്ടിലും അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഒരുപക്ഷെ ദോശ തന്നെ ആയിരിക്കുമല്ലേ. അങ്ങനെ ഒരു ദോശക്കഥ. കൊച്ചുനാളിൽ എനിക്ക് ഇതൊക്കെ തന്നെയായിരുന്നു. ഞങ്ങളുടെ വീട്ടിലും മിക്കവാറും ദോശയൊക്കെ തന്നെയായിരുന്നു ഉണ്ടാക്കുന്നത്. ഇന്നെന്തായാലും ദോശയുടെ കൂടെ ഒരു കോംബോ ആയിട്ട് ചട്നി ഉണ്ടാക്കി. അങ്ങനെ മോർണിംഗ് നല്ല സെറ്റായിട്ടിരിക്കുകയായിരുന്നു. ബ്ലോഗൊക്കെ പിടിച്ചതായതുകൊണ്ട് പതിവിലും കൂടുതൽ പാത്രങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതെന്തായാലും കഴുകിയൊക്കെ വെക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇന്നെന്തായാലും പുറത്തൊന്നും പോകുന്ന പരിപാടിയൊന്നുമില്ല. കുറച്ച് സാറ്റർഡേ ഒക്കെ നല്ല സ്ലോ ആയിട്ട് തന്നെ എൻജോയ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് എന്നാലും ഹെൽത്തി സ്റ്റാർട്ടല്ലേ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സോ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴാണ് അവിടെ ഇങ്ങനെ പപ്പായ ഇരിക്കുന്നുണ്ടത്. എന്നാൽ പിന്നെ അത് ആയിക്കോട്ടെ എന്ന് കരുതി അതും കട്ട് ചെയ്ത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും റെഡിയായി, കുട്ടികളുടെ ബ്രേക്ക്ഫാസ്റ്റും റെഡിയായി. പിന്നെ മുട്ടയും പുഴുങ്ങി ഇന്നത്തെ കാര്യമൊക്കെ കഴിഞ്ഞു. ഞാനൊരു ഇൻട്രോവേർട്ടാണെന്ന് പലപ്പോഴും എനിക്ക് തന്നെ തോന്നാറുണ്ട്. എനിക്ക് എങ്ങനെ ഒരു വീഡിയോ പിടിക്കുന്നതോ ഇതിങ്ങനെ അപ്ലോഡ് ചെയ്യുന്നതോ ചിലപ്പോൾ എൻ്റെ വീട്ടുകാർക്ക് തന്നെ വളരെ അത്ഭുതമായിട്ട് തോന്നിയൊരു കാര്യമായിരിക്കും. എന്നാലും എല്ലാവരുമൊക്കെ ചെയ്യുന്നതല്ലേ എന്ന് വിചാരിച്ച് ഞാനും കൂടെ ചെയ്യുന്നു. ഇന്നലത്തെ വീഡിയോയ്ക്ക് കിട്ടിയ ഒരു റെസ്പോൺസൊക്കെ കണ്ടപ്പം എന്നാൽ കുറച്ച് വീഡിയോകളൊക്കെ ചെയ്താലോ എന്ന് വിചാരിച്ച് ഇന്നും കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടേ. അപ്പം പിന്നെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം.